നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. +1 എക്കണോമിക്സിന്റെ 5ാമത്തെ അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നേരത്തെ 4 അധ്യായത്തിന്റെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും ആ വീഡിയോസ് കണ്ടു എന്ന് ഞാൻ കരുതുന്നു. അവസാനമായി അപ്ലോഡ് ചെയ്ത 4ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം, പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റർ. ആ പ്രധാനപ്പെട്ട ചാപ്റ്റർ 45 മിനിറ്റോളമുള്ള ഒറ്റ വീഡിയോയിൽ തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നോട്ട്സും ഞാൻ സ്വാഭാവികമായിട്ടും ആ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതുതായി കാണുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ പറയാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ തന്നെ 5ാമത്തെ അധ്യായമാണ്. 5ാമത്തെ അധ്യായത്തിന്റെ പേരാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നാണ് നമ്മുടെ അധ്യായത്തിന്റെ പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇതിലും പറയാനുള്ളത്. അപ്പൊ ഞാനിവിടെ പറയുന്നത് മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു പശ്ചാത്തലം പറയാം. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒട്ടേറെ രാജ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും നമുക്ക്, അല്ലെ? പ്രകൃതി വിഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ട് പോലും ആ രാജ്യങ്ങൾ വിചാരിച്ച രീതിയിലുള്ള സാമ്പത്തികമായ വളർച്ചയോ സാമ്പത്തികമായ വികസനമോ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയി, പ്രകൃതി വിഭവങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും, കാര്യമായ പ്രകൃതി വിഭവങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും സാമ്പത്തികമായ വളർച്ചയുടെ എന്താ പറയുക കൊടുമുടിയിലെത്തിയ ഒരുപാട് രാജ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനൊക്കെ പ്രധാന കാരണം എന്താണ്? ഇത്തരം ഒരു സാമ്പത്തികമായ വളർച്ച, പ്രകൃതി വിഭവങ്ങൾ ഇല്ലാതിരുന്നിട്ടും അവർക്ക് ഉയർച്ച ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? അവിടെ എന്തുണ്ട്? മനുഷ്യ മൂലധനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യ വിഭവം എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ മനുഷ്യ വിഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത്തരം രാജ്യങ്ങൾ എന്ന് പറയുക ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് എടുക്കണമെങ്കിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങളുടെ രാജ്യങ്ങളിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഏത്? ആഫ്രിക്ക. പക്ഷേ ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നാണ് ഇത് ആഫ്രിക്ക. അതേപോലെ തന്നെ ലോകത്തിൽ പ്രകൃതി വിഭവങ്ങളൊന്നും ഇല്ലാതെ എന്നും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ രാജ്യമാണ് ജപ്പാൻ. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അടിക്കടെ ഭൂമികുലുക്കവും സുനാമിയും ദുരന്തങ്ങളും എപ്പോഴും പ്രശ്നങ്ങളുള്ള രാജ്യമാണ് ജപ്പാൻ. പക്ഷേ ലോക സമ്പദ് വ്യവസ്ഥയുടെ നെറുകയിലേക്ക് നോക്കുന്ന സമയത്ത് ജപ്പാന്റെ സ്ഥാനം തന്നെ, പ്രത്യേകം സ്ഥാനം തന്നെ ജപ്പാനുണ്ട്. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതിനൊക്കെ പ്രധാന കാരണം ശരിക്കും എന്താണ്? ആ രാജ്യങ്ങളിലൊക്കെ എന്തുണ്ട്? മനുഷ്യ വിഭവം എന്ന് പറയുന്ന സംഭവമുണ്ട്. മനുഷ്യ വിഭവം. അപ്പൊ എന്താണ് മനുഷ്യ വിഭവം അല്ലെങ്കിൽ മനുഷ്യ മൂലധനം, ഹ്യൂമൻ ക്യാപിറ്റൽ? സമ്പൽ സമൃദ്ധ ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? മനുഷ്യ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് മനുഷ്യ വിഭവം? മനുഷ്യ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസവും ആരോഗ്യവും പരിശീലനവും അതേപോലെ തന്നെ എന്താ പറയുക എല്ലാം ലഭിച്ച ഒരു മനുഷ്യർക്ക്, ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ശരിക്കും എന്ത്? മനുഷ്യ വിഭവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിദ്യാഭ്യാസവും പരിശീലനവും ആരോഗ്യവും ഒക്കെ നേടിയ, അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യർക്ക് പറയുന്ന പേരാണ് ശരിക്കും മനുഷ്യ വിഭവം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യ വിഭവങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാൻ പറ്റും. ഈ അധ്യായത്തിൽ മനുഷ്യ വിഭവങ്ങളുടെ കാര്യത്തിൽ എന്താണ് മനുഷ്യ വിഭവങ്ങൾ, അല്ലെങ്കിൽ എന്താണ് മനുഷ്യ മൂലധനം എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാം? വളരെ വിശദമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്താണ് മനുഷ്യ മൂലധനം. എന്താണ് മനുഷ്യ മൂലധനം എന്ന് പറയാം? വിദ്യാഭ്യാസം ഇല്ലാത്ത, ആരോഗ്യമില്ലാത്ത, പരിശീലനം ഇല്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് വെച്ചാൽ മനുഷ്യൻ തന്നെയാണ്, ശരി തന്നെ. പക്ഷേ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായ വളർച്ചയിലോ വികസനത്തിലോ അയാൾക്ക് ഒരു പങ്ക് ഉണ്ടാവില്ല. കാരണം അയാൾ ഒരു ഉൽപാദനക്ഷമതയുള്ള, ഒരു പ്രൊഡക്ടിവിറ്റിയുള്ള ഒരു വ്യക്തിയല്ല അയാൾക്ക് ഒരു സംഭാവന, ഒരു കോൺട്രിബ്യൂഷനും രാജ്യത്തിന്റെ സാമ്പത്തികമായ വളർച്ചയിൽ നൽകാൻ കഴിയില്ല. നേരെ മറിച്ച് വിദ്യാഭ്യാസവും പരിശീലനവും ഉണ്ട്, അയാൾക്ക് ആരോഗ്യമില്ലെങ്കിൽ പോലും തന്നെ അയാൾ ഒരു ഉൽപാദനക്ഷമതയുള്ള മനുഷ്യനാണ്. ഇപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം IT മേഖല, നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ IT മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രഗത്ഭമായ രാജ്യമാണ് ഏകദേശം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഇന്ത്യയിൽ ഒരുപാട് IT കമ്പനികളിലൊക്കെ എന്ത് നൽകുന്നുണ്ട്? ഈ നമ്മുടെ ആരോഗ്യം കുറഞ്ഞ, അല്ലെങ്കിൽ എന്താ പറയുക
ഡിസേബിലിറ്റി ഉള്ള ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഉൽപാദനക്ഷമതയുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്കൊരു കാര്യം പിടികിട്ടി. അപ്പൊ ആരാണ് മനുഷ്യമൂലധനം? വിദ്യാഭ്യാസവും പരിശീലനവും ആരോഗ്യവുമുള്ള ആളുകൾക്ക് പറയുന്ന പേരാണെന്ത്? മനുഷ്യ മൂലധനം. ആ വ്യക്തികൾക്ക് മാത്രമേ രാജ്യത്തിന്റെ സാമ്പത്തികമായ വളർച്ചയിലും സാമ്പത്തികമായ വികസനത്തിലും നിർണായകമായ പങ്കുകൾ വഹിക്കാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കേണ്ടത്. ഒരു രാജ്യത്ത് എന്ത് തന്നെ ഉണ്ടായിട്ട്, ഇപ്പൊ നേരത്തെ ആഫ്രിക്കയുടെ കേസ് എടുത്തു നിങ്ങൾ, ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ രാജ്യമാണ് ആഫ്രിക്ക. പക്ഷേ അവിടെ എന്തില്ല? വിദ്യാഭ്യാസവും ആരോഗ്യവും പരിശീലനവും നേടിയ നല്ല മനുഷ്യ വിഭവങ്ങളില്ല എന്നാണ് ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പോൾ മനുഷ്യ മൂലധന സ്വരൂപീകരണം, അല്ലെ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസവും പരിശീലനവും ആരോഗ്യവുമുള്ള ആളുകൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ വിദ്യാഭ്യാസവും പരിശീലനം കൊടുക്കുന്ന ഡോക്ടർമാർ ഒരു മനുഷ്യ വിഭവമാണ്. അതേപോലെ തന്നെ ടീച്ചർമാർ, അഭിഭാഷകർ, എഞ്ചിനീയർമാർ, അല്ലെ, എക്സെട്ര ഇങ്ങനെ പോകുന്നുണ്ട്. ഓരോ പ്രൊഫഷണൽസ്, അല്ലെ, അവരുടെ പ്രൊഫഷൻസ് അനുസരിച്ച് അവർക്ക് ശരിക്കും എന്താണ്? ഇതിന് പറയുന്ന പേരാ. അങ്ങനെ വിദ്യാഭ്യാസവും പരിശീലനം കൊടുക്കുമ്പോൾ അവരെന്താക്കും? നമ്മൾ ഒരു മനുഷ്യ മൂലധന സ്വരൂപീകരണം നടത്തുകയാണ്. ഇതാണ് മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും പരിശീലനവുമുള്ള ആളുകൾക്ക് പറയുന്ന പേരാണെന്ത്? മനുഷ്യ മൂലധനം, അല്ലെങ്കിൽ മനുഷ്യ വിഭവം, ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യ വിഭവങ്ങളുടെ പറയാ രൂപീകരണം, അതിന്റെ സോഴ്സസ്, ഉറവിടങ്ങൾ, എവിടെ നിൽക്കുന്ന എങ്ങനെയൊക്കെയാണ് മനുഷ്യ വിഭവങ്ങൾ ഉണ്ടാകുന്നത്, അതൊരു എസ്സേ ടൈപ്പാണ്. അതാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്? ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്. മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ, അല്ലെ, സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയും. ഇവിടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ പ്രധാനമായിട്ടും 5 എണ്ണമാണ്. 5 ഉറവിടങ്ങൾ. അതൊരു എസ്സേയാണ്, നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും മനുഷ്യ മൂലധന ഉറവിടങ്ങൾ എന്തെല്ലാം. ഒരു 5 പോയിന്റ്സ്, ചെറിയ പോയിന്റ്സുകൾ, 5 ചെറിയ പോയിന്റ്സുകൾ, ഒരു എസ്സേ ടൈപ്പാണ്. ഒന്നാമത് പറയുന്നുണ്ട് വിദ്യാഭ്യാസമാണ് ഇതിന്റെ ഒന്നാമത്തെ പോയിന്റുകൾ. ആദ്യം പറയാം. ഒന്നെന്താണ്? വിദ്യാഭ്യാസമാണ് ഇതിന്റെ ഉറവിടം. രണ്ടാമത് പറയുന്നുണ്ട് ആരോഗ്യം, ഹെൽത്ത് ആണ് രണ്ടാമത്തെ പോയിന്റ്, അല്ലേ. മൂന്നാമത് പറയുന്നത് എന്താണ്? തൊഴിൽ പരിശീലനമാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത് പറയുന്നത് കുടിയേറ്റം, മൈഗ്രേഷൻ, അല്ലേ. അതേപോലെ തന്നെ അവസാനമായിട്ട് 5-മത്തത് ഇൻഫർമേഷൻ. ഈ 5 കാര്യങ്ങളാണ് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ. അപ്പൊ നമുക്കതിൽ ആദ്യത്തെ പോയിന്റ് പറയാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. മനുഷ്യ മൂലധന ഉറവിടം എന്ന് പറയുന്ന ആ എസ്സേയില് അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ജീവിത ഉയർച്ചക്കൽ, ജീവിത ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഗവൺമെന്റ്, സർക്കാരും അതേപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളും ധാരാളം പണം വിദ്യാഭ്യാസത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ നമ്മളെ രക്ഷിതാക്കളായിട്ടും അതേപോലെ എന്ന് പറയുക ഗവൺമെന്റ് ആയിട്ടൊക്കെ വിദ്യാഭ്യാസത്തിനായിട്ട് പ്രത്യേകം ചെലവാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസവും പരിശീലനവും സിദ്ധിച്ച അറിവും വൈദഗ്ധ്യവുമുള്ള ഒരു മനുഷ്യൻ ഇതൊന്നുമില്ലാത്ത ആളിനേക്കാൾ എത്രയോ മടങ്ങ് ഉൽപാദനക്ഷമതയുള്ള വ്യക്തിയായിരിക്കും. മനസ്സിലാക്കി വെക്കുന്ന നിങ്ങൾ. അറിവും വൈദഗ്ധ്യവുമുള്ള ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ സാമ്പത്തികമായ വളർച്ചയിലും വികസനത്തിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അത്രമേൽ പ്രസക്തി എന്തിനുണ്ട്? വിദ്യാഭ്യാസത്തിനുണ്ട്. വിദ്യാഭ്യാസം അഭിലഷണീയമാണ്, അത് പ്രയോജനമാണ്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈനംദിന ജീവിതത്തിലൊക്കെ അത് പ്രയോജനകരമായ ഒരു സംഭവം തന്നെയാണ് അത് വിദ്യാഭ്യാസം, അറിവെന്ന് പറയുന്നത്, വൈദഗ്ധ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ഗുണഗണങ്ങൾ വിദ്യാഭ്യാസത്തിനുണ്ട്. അപ്പൊ എന്തെല്ലാം ഗുണഗണങ്ങളാണ് ഇവിടെ പറയുന്നത്? ആദ്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഒന്നാമതായിട്ട് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങളിൽ ഒന്നാമതായി പറയുന്നുണ്ട് അത് ജീവിതത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഗുണമേന്മ, ക്വാളിറ്റി ഓഫ് ലൈഫ്. ഒന്നാമത് ജീവിതത്തിന് ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നത് വിദ്യാഭ്യാസം. ഐ മീൻസ് എന്താ പറയാ, അവന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റീസ്, അല്ലെ, ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഒരുപാട്. രണ്ടാമത് പറയുന്നത് ഉൽപാദനക്ഷമത കൂടുമെന്നതിനാൽ, അല്ലെ, വരുമാനവും കൂടും. ഒരു വ്യക്തിയുടെ പ്രോഡക്ടിവിറ്റി കൂടണം. അവന്റെ ഉൽപാദനക്ഷമത, അവനക്ക് ചെയ്യാനുള്ള അവന്റെ വർക്കിംഗ്, അല്ലെ, എബിലിറ്റി,
കഴിവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവന്റെ എന്ത് കൂടും? വിദ്യാഭ്യാസമുള്ള വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എന്ത് കൂടും? വരുമാനം കൂടും. ഡോക്ടർ, ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കൂടുതലാണ് അവർക്ക്. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു സാമൂഹികമായ പദവി ഉയർത്തും, സോഷ്യൽ സ്റ്റാറ്റസ്. മൂന്നാമത് പറയും സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹ്യമായ പദവി ഉയർത്താൻ കാരണമാക്കും വിദ്യാഭ്യാസം. അതേപോലെ നാലാമതായി പറയുന്നു ലോകത്തെ മനസ്സിലാക്കാനുള്ള ശേഷി കൂടും. എന്താണ് ഈ ലോകം? ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ, സദാചാര ബോധവും എല്ലാ ബോധവും അവർക്കുണ്ടാവും. അവനെ സംബന്ധിച്ച് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും, മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. ലോകത്തെ മനസ്സിലാക്കാനുള്ള ശേഷി കൂടുതൽ പറയാൻ കാരണം. അടുത്തതായി പറയുന്നു എന്താണ്? പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പുതുമകൾക്കും പ്രേരകമാകും. അല്ലേ? ന്യൂ ഇൻവെൻഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ഉണ്ടാൻ പറ്റും. ടെക്നോളജി പരമായിട്ടും അല്ലെ, സാങ്കേതികപരമായിട്ടൊക്കെ എന്താ പറയുക, ഒരുപാട് ന്യൂന മാറ്റങ്ങൾ കൊണ്ടുവരാൻ, പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരാനും ഒക്കെ എന്തിനു കാരണം? വിദ്യാഭ്യാസം കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, ഒരു രാജ്യത്തിന്റെ എന്താ പറയാ സാമ്പത്തികമായ വളർച്ചയ്ക്കും വികസനത്തിനും ആര് സഹായിക്കാൻ കഴിയുന്നു? ഈ വിദ്യാഭ്യാസം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസം വളരെ പ്രധാനമായിട്ട് ഇതിൽ എടുത്തു പറയാനുള്ള കാരണം. അപ്പോൾ മനുഷ്യ മൂലധനത്തിലെ ഒന്നാമത്തെ ഉറവിടം എന്താണ്? വിദ്യാഭ്യാസമാണ്. അതാണ് ഈ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനുള്ളത്. മനുഷ്യ മൂലധനത്തിന്റെ ഒന്നാമത്തെ ഉറവിടം വിദ്യാഭ്യാസം. അത്രയുമേ പ്രസക്തിയും പ്രാധാന്യവും എന്തിനുണ്ട്? വിദ്യാഭ്യാസത്തിനുണ്ട്. ഞാനും നിങ്ങളൊക്കെ എപ്പോഴും വിദ്യ അല്ലെങ്കിൽ അറിവ് ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിവും വൈദഗ്ധ്യവുമുള്ള മനുഷ്യർക്ക് മാത്രമേ സമൂഹത്തിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റ് പറയാം. രണ്ടാമത്തെ പോയിന്റ് ആണ് ആരോഗ്യം, ഹെൽത്ത്. മനുഷ്യ മൂലധനത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ മൂലധന ഉറവിടത്തിന്റെ രണ്ടാമത്തെ പോയിന്റ് ആണ് ആരോഗ്യം. വളരെ പ്രധാനപ്പെട്ട ആരോഗ്യം. ആരോഗ്യമുള്ള ജനതയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. വിദ്യാഭ്യാസവും ആരോഗ്യം പരിശീലനം ഒക്കെ, വിദ്യാഭ്യാസവും പരിശീലനം ഉണ്ട്, ആരോഗ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ആരോഗ്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗവൺമെന്റ് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആ മേഖല, ആരോഗ്യ മേഖല സംരക്ഷിക്കാനായിട്ട് ഗവൺമെന്റ് ഒരുപാട് നടപടികൾ സ്വീകരിച്ച് നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. ആരോഗ്യ മേഖല വളർന്നുകൊണ്ടിരിക്കുക നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക്. ആരോഗ്യ മേഖല പ്രത്യേകം എടുത്ത് പറയുമ്പോൾ നമ്മുടെ കോവിഡ് വളരെയധികം ദുരന്തം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള മഹാമാരികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം മഹാമാരികളൊക്കെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യം വളരെ പ്രധാനമുള്ള, ആരോഗ്യമുള്ള ജനതയ്ക്ക് സാമൂഹികമായി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. രാജ്യത്തിനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ വളർച്ചയിൽ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് ആരോഗ്യമുള്ള ജനത അല്ലെ, അവർക്ക് മാത്രമേ എന്തെങ്കിലും രോഗികളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ മനുഷ്യമൂലധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം ശരിക്കും എന്താണ്? ആരോഗ്യം തന്നെയാണ് എന്നാ പറയുന്നത്. ഇവിടെ പറയുന്നത് ആരോഗ്യ സംരക്ഷണമായിട്ട് പണം ചെലവാക്കുന്നുണ്ട്. ധാരാളം പണം സർക്കാർ ആരോഗ്യ സംരക്ഷണത്തിനായി ചെലവാക്കുന്നുണ്ട്. ധാരാളം പണം ചെലവാക്കുന്നുണ്ട്. അത് പല രൂപത്തിലാണ് ചെലവാക്കുന്നത്. അതിൽ ഒന്നാമത്തെ രൂപം പറയുന്നുണ്ട് പ്രതിരോധ ഔഷധങ്ങൾ, കുത്തിവെപ്പുകൾ, വാക്സിനുകൾ നമ്മൾ കാണാറുണ്ട്. പോളിയോ നിർമ്മാർജ്ജനത്തിനായി കൊടുക്കുന്ന വാക്സിൻ അല്ലെ, മലേറിയ, ഇതിനൊക്കെ വാക്സിനുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. സർക്കാർ സൗജന്യമായിട്ടുള്ള വാക്സിനുകൾ കൊടുക്കാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് വീട്ടിൽ നമുക്ക് മനസ്സിലാക്കും വാക്സിനേഷനൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോ സമയങ്ങൾ, ഓരോ കാലഘട്ടങ്ങൾ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് നീന്തുണ്ട് വാക്സിനേഷൻസ് നടത്താറുണ്ട്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഇതൊന്നാമത്. രണ്ടാമത് പറയുന്നത് എന്താണ്? രോഗനിവാരണ ഔഷധങ്ങൾ, ചികിത്സ ഒക്കെ കൊടുക്കാറുണ്ട് സർക്കാർ സൗജന്യമായി. നമ്മൾ കണ്ടില്ലേ സൗജന്യമായ ചികിത്സാ സംവിധാനങ്ങൾ. സർക്കാരിന്റെ കീഴിൽ ധാരാളം ചികിത്സാ സംവിധാനങ്ങളുണ്ട്, സൗജന്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ. ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ചികിത്സാ സംവിധാനങ്ങൾ, ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, പ്രൈവറ്റിലും മേഖലയിലുണ്ട്. അതേപോലെ പറയാ ഗവൺമെന്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങൾ, മെഡിക്കൽ കോളേജുകളൊക്കെ നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ മൂന്നാമതായി പറയുന്നുണ്ട് സോഷ്യൽ മെഡിസിൻ. സോഷ്യൽ മെഡിസിൻ ആരോഗ്യ സാക്ഷരതാ പ്രചാരണം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മെഡിസിൻ എന്ന് പറഞ്ഞതാണ് നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രത കൊടുക്കണം, ആരോഗ്യ ബോധവൽക്കരണം കൊടുക്കണം. ഇപ്പൊ നമുക്ക് കണ്ടേ, നിങ്ങൾ മൊബൈലിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മളെ ഇതിനെക്കുറിച്ച്, നമ്മുടെ കോവിഡിനെ കുറിച്ചൊക്കെ പറയാ നിങ്ങൾ കാണുന്നില്ലേ? ഒരു ബോധവൽക്കരണം, അവയർനെസ് കൊടുക്കാനൊന്നും കാണില്ലേ നിങ്ങൾ? ടിവിയിൽ ന്യൂസ് പേപ്പറുകളും അതേപോലെ എന്ന് പറയുക TV ചാനലുകൾ പരസ്യങ്ങളായിട്ടും മൊബൈൽ വഴിയും ഒക്കെ SMS-കളായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് ആരോഗ്യ സാക്ഷരതാ പ്രചാരം നടത്തുന്നുണ്ട്.
ഓരോ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം ഒരു സമൂഹത്തിലെ പൗരർക്ക് രാഷ്ട്രം നൽകുന്നുണ്ട്, നമ്മുടെ രാജ്യം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശുദ്ധജല വിതരണം. വെള്ളം, നമ്മുടെ ശുദ്ധജലം ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ശരിക്കും ശുദ്ധജലം കുടിക്കുക എന്ന് പറഞ്ഞാൽ. ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഡിഫൻസ് ആണ് ശരിക്കും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ. ശുദ്ധജല വിതരണം സർക്കാർ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ അവസാനമായി പറയുന്നത് ശുചീകരണ സൗകര്യ നിർമ്മാണം. എന്താ ശുചീകരണം? അല്ലേ, നമ്മുടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒക്കെ സർക്കാർ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് മുഖമുദ്ര തന്നെ ശുചീകരണ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ഗവൺമെന്റ് വളരെയധികം സ്വച്ഛ ഭാരത് നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഗവൺമെന്റ് സ്വച്ഛ ഭാരത് കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ വളരെയധികം പ്രോത്സാഹനം അർഹിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. നാം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ മനുഷ്യ മൂലധന ഉറവിടത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്, പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘട്ടമാണ് ആരോഗ്യം, ഹെൽത്ത്. അപ്പൊ എന്താണ് എഡ്യൂക്കേഷൻ, 2 ആരോഗ്യം. ഓക്കെ, ഇനി മൂന്നാമത് പറയാം. മൂന്നാമത്തെ പോയിന്റാണ് പരിശീലനം. അല്ലെ, പരിശീലനം നേടിയെടുക്കുക, ട്രെയിനിങ്, വൈദഗ്ധ്യം, അതിലൂടെ പരിശീലനം. നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് വ്യക്തിവൈഭവമുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. നിരന്തരമായ പരിശീലനത്തിലൂടെയാണ്. ആരും ജനിക്കുമ്പോൾ എന്ന് പറയാ ആ ഒരു കഴിവുള്ള വ്യക്തി. ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജനിക്കും ഡോക്ടർ ആവുന്നില്ല. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന സമയത്ത് ടീച്ചർ ആവുന്നില്ല. അതേപോലെ തന്നെ ഒരു വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന സമയത്ത് വക്കീലല്ല. നിരന്തരമായ പ്രാക്ടീസിലൂടെ, നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഒരു മനുഷ്യവിഭവമായിട്ട് ഒരു വ്യക്തി മാറുന്നത്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ തങ്ങളുടെ ജീവനക്കാരെ അവർ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്, സ്റ്റാഫിംഗ് കഴിഞ്ഞ് സെലക്ഷൻ കഴിഞ്ഞ് അല്ലെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർ കൊടുക്കുന്നത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ജോലി നൈപുണ്യമുള്ള ആൾക്കാരായിട്ട് മാറ്റുക, നല്ല കഴിവുള്ള വ്യക്തികളാക്കി മാറ്റുക ട്രെയിനിങ്ങിലൂടെ. അതിനായി ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പല കമ്പനികളും, സ്വകാര്യ കമ്പനികളൊക്കെ ധാരാളം പണം ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്ങിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യ മൂലധന ഉറവിടത്തിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് പരിശീലനമുള്ള വ്യക്തി. നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസവും പരിശീലനവും ഉണ്ടെങ്കിൽ, ഇനി ആരോഗ്യമില്ലെങ്കിൽ തന്നെ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ കഴിവുള്ള ഒരു മനുഷ്യ മൂലധനെങ്കിൽ ഒരു വ്യക്തിയായി മാറണമെങ്കിൽ, കഴിവുള്ള വ്യക്തിയായി മാറണമെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പരിശീലനം. ഓക്കെ, ഇതാണ് പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. നാലാമത്തെ പോയിന്റാണ് കുടിയേറ്റം, മൈഗ്രേഷൻ എന്ന് പറയും. ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം നാട് വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോവുകയാണ് ജോലി തേടുകൊണ്ട്. ഇപ്പൊ നമുക്ക് കേരളത്തിലെ ആളുകൾ എടുത്ത് നോക്കിയാൽ, നമ്മുടെ വീട്ടിനടുത്ത ആൾക്കാർ എടുത്ത് നോക്കിയത് ഇവിടെ ജോലി ഇല്ലാണ്ടാണോ? അല്ല, മികച്ച ജോലിയും മികച്ച വരുമാനമുള്ള വിദേശ രാജ്യങ്ങളാണ്. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യണം, അവർ ജോലി തേടി പോകണം. മനുഷ്യമൂലധനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മൈഗ്രേഷൻ. ഒരു വ്യക്തി അപ്പം ആ പുറം പ്രദേശങ്ങളിൽ പോയി തിരിച്ചു പോയാൽ നല്ലൊരു മനുഷ്യമൂലധനായിട്ട് മാറും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മൈഗ്രേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ പ്രധാനമായി 2 കാരണങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. ഇവിടെ പറയുന്നത് എന്താണ് അല്ലെ, നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തില്ല, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടായതുകൊണ്ട്, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഒന്നാമത്തെ കാരണം മൈഗ്രേഷന്റെ. രണ്ടാമത്തെ എന്താണ്, വിദേശത്ത് നല്ല ജോലിക്കും അതേപോലെ തന്നെ ജീവിതത്തിനുമുള്ള സാധ്യത. വിദേശത്ത് നല്ല ജോലിക്കും ജീവിതത്തിനുമുള്ള സാധ്യത. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രേഷൻ വർദ്ധിക്കാനുള്ള കാരണം. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ കേരളത്തിലെ ജനങ്ങള് ഓസ്ട്രേലിയ, പശ്ചിമേഷ്യൻ രാജ്യങ്ങള്, അല്ലെ യൂറോപ്യൻ രാജ്യങ്ങള്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, കുടിയേറി പോകുന്നുണ്ട്. കാരണം മികച്ച ജോലി അവസരങ്ങൾ, മികച്ച വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കാരണം അത്തരത്തിലുള്ളൊരു വരുമാനം ഉണ്ടാക്കാൻ എവിടെ പറ്റുന്നില്ല, നമ്മുടെ നാട്ടിൽ പറ്റുന്നില്ല. കുടിയേറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ പോയിന്റ് അല്ലേ, ഇവിടെ പറയുന്നത് എന്താണ്, കുടിയേറ്റത്തിന് നല്ല ചെലവ് വരും. നല്ല ചെലവുണ്ട് കുടിയേറ്റം. ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവേറിയ എക്സ്പെൻസ്. ഇവിടെ പറയുന്ന ഒന്ന് വിദേശ യാത്ര ചെലവ്. പിന്നെ അതേപോലെ എന്താ പറയാ, വിദേശത്ത് ജോലിക്ക് അല്ലെ ഉതകുന്ന വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടാവണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം. അതേപോലെ എന്ന് പറയുന്നത് എന്താണ്, മറുനാട്ടിലെ ഉയർന്ന അവിടുത്തെ ജീവിത ചെലവ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെയധികം കൂടുതലായിരിക്കും. അതേപോലെ എന്ന് പറയാ, കുടുംബത്തെ തനിച്ചായി പോകുന്നതിന്റെ
ചിലവ്, കുടുംബത്തെ ഇവിടെ വിളിച്ചിട്ട് നമ്മളാണ്ട് പോവാണ്, അപ്പൊ അതിനുള്ള എക്സ്പെൻസുകൾ ഒരുപാടുണ്ടാവും. അതേപോലത്തെ പറയുക അപരിചിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നതിൻ്റെ എന്താ പറയുക മാനസികമായ ചിലവ്, അല്ലെ, മനഃശാസ്ത്രപരമായ ചിലവാണ്. ഒരുപാട് പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ പ്രവാസി എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ കുടിയേറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ മൂലധന വിഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? കുടിയേറ്റം. 4ാമത്തെ പോയിന്റ്. നമുക്ക് 5ാമത്തെ പോയിന്റിൽ കിടക്കാം. 5ാമത്തെ പോയിന്റാണ് ഇൻഫർമേഷൻ എന്ന് പറയും. എന്താ ഇൻഫർമേഷൻ? നമ്മൾ വിദേശത്ത് പോകണ്ടേ? അല്ലെങ്കിൽ ഏത് ജോലിയിലൂടെയാണ് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഏതാണ് സ്കോപ്പ്? അല്ലെ, ഇതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കണം. തക്കതായ കോഴ്സുകൾ ഏതാണ്? അതേപോലെ തന്നെ അഭിലഷണീയമായ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? വിവിധ രാജ്യങ്ങളിൽ ലഭ്യമായ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണ്? അതേപോലെ എന്താ പറയുക, വിവിധ ജോലികൾക്കുള്ള ശമ്പളങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇതൊക്കെ അറിയാൻ ഒരുപാട് ആകാംക്ഷണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കേണ്ടി വരും. അപ്പൊ ധാരാളം പണം നിക്ഷേപിക്കേണ്ടി വരും. അത്തരം നിക്ഷേപങ്ങളൊക്കെ നമുക്ക് ഇൻഫർമേഷൻ നിക്ഷേപമായിട്ട് നമുക്ക് എഴുതാം. ഇതാണ് ഇൻഫർമേഷൻ എന്ന് പറയും. മനുഷ്യ മൂലധനത്തിന്റെ 5ാമത്തെ പോയിന്റ് ആണ് എന്ത്? ഇൻഫർമേഷൻ, അറിവ് നേടുക. നമുക്ക് ഒരു വ്യക്തി മനുഷ്യ വിഭവമായി മാറാൻ ഡോക്ടർ ആവണോ? അതിനുള്ള അറിവ്. അതേപോലെ പറയുക എഞ്ചിനീയർ, അതിനേക്കുള്ള അറിവ്. അതേപോലെ തന്നെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ മീൻസ് പറയുക ഒരു എഞ്ചിനീയറായി മാറുക, അല്ലെങ്കിൽ ഒരു IT മേഖലയിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്കുള്ള അറിവുകൾ. സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ ധാരാളം പണം നിക്ഷേപിക്കേണ്ടി വരും. അത്ര നിക്ഷേപങ്ങളൊക്കെ മനുഷ്യ മൂലധനത്തിൽ ഇൻഫർമേഷൻ നിക്ഷേപമായിട്ട് നമുക്ക് കരുതാൻ പറ്റും. അതാണ് ഇൻഫർമേഷൻ. അപ്പൊ ഈ 5 പോയിന്റാണ് ശരിക്കും എന്ത്? മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? വിദ്യാഭ്യാസം. രണ്ടാമതാണ് ആരോഗ്യം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുടിയേറ്റം. 4ാമത്തെ പോയിന്റ് എന്താണ്? ഇൻഫർമേഷൻ, അല്ലെ? 5ാമത്തെ പോയിന്റ് എന്താണ്? അപ്പോ അതായത് ആരോഗ്യം. അതായത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ 5 പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കിക്കണം. അപ്പൊ നമ്മൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ആദ്യം പറയുന്നത് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് വിദ്യാഭ്യാസം? വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 2ാമതായി പറയുന്നുണ്ട് എന്ത്? ആരോഗ്യം എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? 2ാമത്തെ ആരോഗ്യം വളരെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ആരോഗ്യത്തിന്റെ പ്രസക്തി. 3ാമത് പറയുന്നത് എന്താണ്? തൊഴിൽ പരിശീലനം. പരിശീലനം 3ാമതായി പറയുന്നുണ്ട്. 4ാമതായി പറയുന്നത് കുടിയേറ്റം. 5ാമതായി പറയുന്നത് ഇൻഫർമേഷൻ. ഈ 5 കാര്യങ്ങൾ ഇതാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണത്തിന് അല്ലെങ്കിൽ മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇനി നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത് ഭൗതിക മൂലധനം, ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതും രണ്ടും തമ്മിലുള്ള സമാനതകളും വിയോജിപ്പുണ്ട്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഭൗതിക മൂലധനം? ഭൗതിക മൂലധനം എന്താ? ഭൗതിക മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഉള്ള അജൈവമായ വസ്തുക്കൾ, മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റിക്ക് ആവശ്യമായ വാല്യൂ ഉള്ള അജൈവമായ വസ്തുക്കൾക്ക് പറയുന്ന പേരാണെന്ത്? ഭൗതിക മൂലധനം, ഫിസിക്കൽ ക്യാപിറ്റൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജൈവമായ സാധനങ്ങളല്ല, അജൈവമായ സാധനങ്ങളായിരിക്കാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഫിസിക്കൽ ക്യാപിറ്റൽ, അതേപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ. ഇത് തമ്മിലുള്ള സമാനതകളും തമ്മിലുള്ള വിയോജിപ്പും. അപ്പൊ എന്താണ് ഇവിടെ ആദ്യമായിട്ട് പറയുന്നുണ്ട്? അതായത് ബോധപൂർവമായ നിക്ഷേപ തീരുമാനങ്ങളുടെ അനന്തരഫലമാണ് 2 തരം മൂലധനം. ഇപ്പൊ നമ്മള് ഭൗതിക മൂലധന ഉദാഹരണം, നമ്മൾ കെട്ടിടങ്ങൾ ഭൗതിക മൂലധനമാണ്. നമ്മൾ വാഹനം, കാറ് ഭൗതിക മൂലധനമാണ്, അല്ലെ? നമ്മുടെ ഒരു മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണ്? ഭൗതിക മൂലധനമാണ്. അപ്പൊ ഈ 2 മൂലധനം എന്താണ്? ബോധപൂർവമായ തീരുമാനങ്ങളുടെ അനന്തര ഫലമാണെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന് 1ാമത് സമാനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ വിയോജിപ്പ് എന്താണ്? ഭൗതിക മൂലധനം, അല്ലെ? ഇവിടെ പറയുന്നുണ്ട് ഭൗതിക മൂലധന സ്വരൂപീകരണം സാങ്കേതിക പ്രക്രിയ എന്ന് പറയുന്നത്. ഭൗതിക മൂലധന സ്വരൂപീകരണം സാമ്പത്തിക സാങ്കേതിക പ്രക്രിയയാണ്. എന്നാൽ മനുഷ്യ മൂലധന സ്വരൂപീകരണം എന്താണ്? ഇവിടെ പറയുന്നത് സാമൂഹ്യ പ്രക്രിയയാണ്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് മാത്രമേ ലക്ഷ്യം.
പക്ഷെ ഒരു മനുഷ്യൻ വിദ്യാഭ്യാസം നേടാൻ സമ്പത്ത് മാത്രമല്ല, സമൂഹത്തിന് ഉതകുന്ന ഒരു മനുഷ്യനെ ഉത്തമ പൗരനായി മാറ്റുക എന്ന് മാത്രമാണ്. സാമൂഹിക രക്ഷ കൂടിയുണ്ട്. രണ്ടാമത് പറയുന്നുണ്ട്, രണ്ട് മൂലധനവും അല്ലെ, രണ്ട് മൂലധനവും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ കഴിയും. ഉപകാരം മറ്റ് രണ്ട് മൂലധനം എന്താ പറയാ, ഓരോരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ കഴിയുന്ന രണ്ട് മൂലധനം. എന്നാൽ ഇവിടെ പറയുന്നുണ്ട് അപ്പോ അതിന്റെ സമാനതയാണ്. പക്ഷെ ബിൽഡിങ്ങും കൊണ്ടുപോകാൻ പറ്റില്ല, എന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നമുക്ക്. അപ്പോ മനുഷ്യർക്ക് പോവാം പുറത്തേക്ക്, ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് മാറ്റം ചെയ്യാൻ പറ്റും. അപ്പൊ വിയോജിപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. ഭൗതിക മൂലധനം എന്താ പറയാ, സ്പർശനീയവും വിപണിയിൽ എന്താ പറയുക വിൽക്കാൻ കഴിയുന്നതുമാണ് ശരിക്കും ഭൗതിക മൂലധനം. എന്നാൽ മനുഷ്യ മൂലധനത്തെ സംബന്ധിച്ച് അതിന്റെ സേവനം മാത്രമേ വിൽക്കാൻ കഴിയുള്ളൂ. ശരിയല്ലേ? ഭൗതിക മൂലധനം നമുക്ക് കാണാൻ പറ്റും, അത് വിൽക്കും ചെയ്യാം. നമ്മളെ ബിൽഡിംഗ് നമുക്ക് വിൽക്കാം, നമ്മളെ വാഹനം നമുക്ക് വിൽക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ മനുഷ്യനെ വിൽക്കാൻ പറ്റുമോ? സ്ലേവറി സിസ്റ്റം അടിമത്തല്ലേ ശരിക്കും മനുഷ്യനെ വിൽക്കാൻ തന്നെ. ഇപ്പൊ ഞാൻ ഒരു ടീച്ചറാണെങ്കിൽ ഞാൻ വിൽക്കുന്നത് എന്റെ കഴിവിനെ മാത്രമാണ് വിൽക്കുന്നത്, മീൻസ് അല്ലെ, നമ്മുടെ ആ സേവനത്തെ മാത്രമാണ് വിൽക്കാൻ കഴിയുക. അത് ഞാനെന്ന വ്യക്തിയെ വിൽക്കുന്നില്ല. ഇതിന്റെ വിയോജിപ്പാണ്. അതേപോലെ തന്നെ ഇതിന് സമാനം മറ്റൊരു പേര് പറയുന്നത് എന്താണ്, രണ്ട് മൂലധനത്തിനും ചില ഗതി നിയന്ത്രണങ്ങളുണ്ട്. രണ്ടിനും അതിൻ്റെതൊരു മനുഷ്യ മൂലധനത്തിന് അതിന്റെ ലിമിറ്റ് ഉണ്ട് അല്ലെ, അതേപോലെ പറയാ ഭൗതിക മൂലധനത്തിന് അതിന്റെ ലിമിറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിയോജിപ്പാണ്. അതായത് വിയോജിപ്പ് പറഞ്ഞാ ഭൗതിക മൂലധനത്തിന്റെ ഉടമസ്ഥനിൽ നിന്ന് വേർപെടുത്താം. ഭൗതിക മൂലധനത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഉടമസ്ഥ നമ്മൾ വേർതിരിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ വാഹനം എനിക്ക് പറ്റും ഒരാൾക്ക് കൈമാറ്റം ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ബിൽഡിംഗ് ഒരാൾക്ക് കൈമാറ്റം ചെയ്യാം. എന്നാൽ മനുഷ്യ മൂലധനത്തെ വേർപെടുത്താൻ പറ്റുമോ? എന്റെ കഴിവിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി വിൽക്കാൻ പറ്റും. എന്റെ ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ളിൽ നിന്ന് വേർതിരിത്ത് വേറെ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. മനുഷ്യ മൂലധനത്തിന് എന്താ പറയാ, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റും, അയാളെ വേർപെടുത്താൻ കഴിയൂല എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കഴിവിനെ എനിക്ക്, എന്റെ മൂലധനം എന്ന് പറഞ്ഞാൽ എന്റെ കഴിവാണല്ലോ, എന്റെ കഴിവിനെ എനിക്ക് വേർതിരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇപ്പൊ ഇതിന് വിയോജിപ്പാണ്. അതേപോലെ തന്നെ ഇതിന് സമാനത മറ്റൊരു പോയിന്റ് പറയുന്നുണ്ട്, രണ്ടു തരം മൂലധനത്തിനും എന്താ പറയാ കാലാന്തരത്തിൽ തേയ്മാനം സംഭവിക്കും. ശരിയാണ്. ഒരു വാഹനമാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞാൽ കേടുന്നു പോകും, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് നശിച്ചു പോകും. അതേപോലെ തന്നെ ഒരു മനുഷ്യനായാലും എന്താണ്, മരിച്ചു പോകും. കുറച്ച് കാലം കഴിഞ്ഞ് വയസ്സാകുന്ന സമയത്ത് ചിലപ്പം ഈ പഠിച്ചതൊക്കെ മറന്നുപോയി ഇല്ലേ, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. വിയോജിപ്പോ ഭൗതിക മൂലധനത്തിന് ഉപയോഗിക്കും തോറുമാണെന്ന് പറയാൻ തേയ്മാനം സംഭവിക്കുന്നത്. ഭൗതിക മൂലധനാണ്, നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് എന്ത് തേയ്മാനം സംഭവിക്കുന്നത്. എന്നാൽ മനുഷ്യ മൂലധനം എന്താണ്, പ്രായം കൂടുമ്പോഴാണ് എന്ത് തേയ്മാനം സംഭവിക്കുന്നത് മനുഷ്യ മൂലധനത്തിന്. അങ്ങനെയാണ് ഭൗതിക മൂലധനം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് എന്ത് തേയ്മാനം സംഭവിക്കുക. എന്നാൽ മനുഷ്യ മൂലധനം അങ്ങനെയാണോ? അല്ല, അത് പ്രായം കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുക, അതിന് തേയ്മാനം സംഭവിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഭൗതിക മൂലധനവും അതേപോലെ തന്നെ മനുഷ്യ മൂലധനം തമ്മിലുള്ള സമാനതകളും വിയോജിപ്പും. അപ്പൊ ഇത്രയും 4 പോയിന്റുകൾ വളരെ പ്രധാനം. 8 പോയിന്റ്, സമാനത 4 4 വിയോജിപ്പുണ്ട്. ഈ 4 പോയിന്റ് പഠിച്ചു വെക്കാം. നമുക്ക് ഇനി പറയാനുള്ളത് അടുത്ത പോയിന്റ്, മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ഉയർച്ചക്കായിട്ട് ധാരാളം പണം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, പൊതുമേഖലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ധാരാളം പണം ചെലവാക്കുന്ന ശരിക്കാരൻ നമ്മുടെ സർക്കാരാണ്. ഒരുപാട് പണം സർക്കാർ ചെലവാക്കുന്നുണ്ട്. സ്വകാര്യ മേഖലയിലും ആരോഗ്യ ആശുപത്രി സൗകര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഗവൺമെന്റ് നിശ്ചയിച്ച പ്രകാരമുള്ള നിലവാരം പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കും ആര്? സർക്കാർ. പക്ഷെ അവരെക്കാൾ കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് ആരാണ്? സർക്കാർ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെ ഉയർച്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിനായിട്ട് ധാരാളം ഇവിടെ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രിതമായ സർക്കാർ സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സംസ്ഥാന തലത്തിലും അതേപോലെ തന്നെ കേന്ദ്ര തലത്തിലും നിരവധി വിദ്യാഭ്യാസ മേഖലകളെയും ആരോഗ്യ മേഖലകളെയും നിയന്ത്രിക്കാനായിട്ട് സർക്കാർ ധാരാളം എന്താ പറയുക സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരുകൾ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചർച്ച ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ടെങ്കിൽ പേരുകളിൽ ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നുണ്ട്
ഒരുപാട് മന്ത്രി, ഇപ്പൊ നമുക്കറിയാം സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും തന്നെ വിദ്യാഭ്യാസത്തിനായിട്ട് മന്ത്രിയുണ്ട്, ആരോഗ്യ മേഖലക്കായിട്ട് മന്ത്രിമാരുണ്ട് അല്ലെ. അതൊക്കെ നിങ്ങൾ ആ ആരോഗ്യമന്ത്രിയുടെ പേര് പഠിച്ചേക്കണം, വിദ്യാഭ്യാസ മന്ത്രി പേര് പഠിച്ചേക്കണം. അതേപോലെ തന്നെ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്, കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി ആരാണ്, ഈ പേരുകൾക്ക് പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് മന്ത്രി കാര്യാലയങ്ങൾ വരെ ആരോഗ്യ അടിസ്ഥാനങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്ന മന്ത്രി കാര്യാലയങ്ങൾ വരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനൊക്കെ പുറമെ ഈ മന്ത്രി കാര്യാലയങ്ങൾക്ക് ഉള്ളതിനും പുറമെ ചില നിയന്ത്രണ സംഘടനകളും അതേപോലെ നിയന്ത്രക സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഘടനകളുടെ പേരുകൾ നമുക്ക് നമ്മുടെ ചർച്ച ചെയ്യാം. അതിൽ ആദ്യമായിട്ട് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ നിയന്ത്രക സംഘടനകൾ ഏതൊക്കെയാണ്. ഒന്ന് പറയുന്നു, നിങ്ങളെല്ലാം പഠിക്കുന്നത് അതിന്റെ കീഴിലാണ്, NCERT എന്ന് പറയും, നാഷണൽ കൗൺസിൽ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയും. ഇതാണ് ഒന്നാമത്തെ സംഘടന, NCERT. ഞാനവിടെ എഴുതി കാണിക്കാം, NCERT, നാഷണൽ കൗൺസിൽ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും അല്ലെ പരിശീലനത്തിനുമുള്ള നാഷണൽ കൗൺസിൽ, ദേശീയ കൗൺസിൽ എന്നാണ് പറയാ. രണ്ടാമത്തെ പറയുന്നുണ്ട് UGC. UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറയും. അതായത് നമ്മുടെ മറ്റത് സെക്കൻഡറി വിദ്യാഭ്യാസം ആണെങ്കിൽ UGC എന്ന് പറഞ്ഞാൽ കോളേജ് തലത്തിലെ വിദ്യാഭ്യാസങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഉണ്ടാക്കിയത്. NCERT എന്തിനാണ്? സ്കൂൾ തല വിദ്യാഭ്യാസങ്ങൾ നിയന്ത്രിക്കാനാണ് NCERT. സെക്കൻഡറി തലത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസം നിയന്ത്രിക്കാൻ NCERT. UGC ആണെങ്കിലോ നമ്മുടെ കോളേജുകൾ, അതായത് യൂണിവേഴ്സിറ്റികളെ, സർവകലാശാലകളെ വിദ്യാഭ്യാസം, കോളേജ് തലത്തിലെ വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന UGC ആണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ശരിക്കും AICTE അല്ലെ, ഓൾ ഇന്ത്യ കൗൺസിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ, അതായത് നമ്മുടെ ടെക്നോളജി പരമായിട്ടുള്ള വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ് ഒക്കെ AICTE വരുന്ന എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസങ്ങളൊക്കെ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് AICTE ആണ്. അപ്പൊ ആ ഒരു മേഖല. അതേപോലെ തന്നെ അവസാനം പറയുന്നുണ്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഓൾ ഇന്ത്യ കൗൺസിൽ എഡ്യൂക്കേഷൻ, ഉദാഹരണം എഞ്ചിനീയർ മേഖല. ഇത് ഈ 4 എന്താ പറയുക, ഈ 3 പേരുകളാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനം. എഡ്യൂക്കേഷൻ മേഖല 3 ഫസ്റ്റ് വൺ പറയുന്നത് NCERT, നാഷണൽ കൗൺസിൽ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. രണ്ടാമതാണ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അല്ലെ സർവകലാശാല വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നത്. അതേപോലെ AICTE അല്ലെ എഞ്ചിനീയറിംഗ് ടെക്നോളജി പരമായ വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നത് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ എന്താ പറയാ, അവിടെ മാത്രമല്ല, അത് വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ സർക്കാർ വക മന്ത്രി കാര്യാലയങ്ങളുണ്ട്. അതേപോലെ തന്നെ ചില നിയന്ത്രക സംഘടനകളുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സംഘടന എന്ന് പറയുമ്പോൾ ഒന്നാമത് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കേട്ട പേരാണ്, ഒരുപാട് ഈ കോവിഡ് സമയത്തൊക്കെ ഇഷ്ടംപോലെ ചർച്ച ചെയ്ത പേരുകളാണൊക്കെ. ICMR എന്ന് പറയും, ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച് എന്ന് പറയും അല്ല, ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച് എന്ന് പറയും. ICMR മരുന്നുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നവർ ICMR മുഖേന അവർ അംഗീകരിക്കണം. ഇന്ത്യയിൽ ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അംഗീകരിക്കുന്നത് ആരാണ്? ICMR. പിന്നെ അതേപോലെ തന്നെ നഴ്സിംഗ് കൗൺസിൽ NC എന്ന് പറയും. അടുത്ത രണ്ടാമത്തെ നഴ്സിംഗ് കൗൺസിൽ NC. അതേപോലെ തന്നെ മൂന്നാമത്തെന്ന് പറയുക അല്ലെ PC എന്താ, ഫാർമസി കൗൺസിൽ, മരുന്നുകളുടെ. അപ്പൊ ഇങ്ങനെ 3 നിയന്ത്രക സംഘടനകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ആരോഗ്യ രംഗത്തും മന്ത്രികാര്യാലയങ്ങളുണ്ട്, അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും മന്ത്രികാര്യാലയങ്ങൾ. അതിന് പുറമെയുള്ള നിയന്ത്രക സംഘടനകളാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഏതൊക്കെയാണ്? NCERT, നാഷണൽ കൗൺസിൽ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ടെക്നിക്കൽ കൗൺസിൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ആദ്യം പറഞ്ഞ ICMR, ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച് എന്ന് പറയും, അതാണ്. പിന്നെ PC നേഴ്സ് കൗൺസിൽ, PC ഫാർമസി കൗൺസിൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളൊരു സംഭവമാണ് വിദ്യാഭ്യാസ സെസ്. എന്താണ് സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു നികുതിയാണ് സെസ് അല്ലെ. 2004-2005 കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്ര നികുതികൾക്കെല്ലാം 2% വിദ്യാഭ്യാസ സെസ് ചുമത്തിയിട്ടുണ്ട്. 2% വിദ്യാഭ്യാസ സെസ് ചുമത്തിയിട്ടുണ്ട്. സെസ് അതായത് ഏത് നികുതിയിലും ഇത്ര 2% എങ്ങോട്ടാ പോവാ? വിദ്യാഭ്യാസത്തിനാണ് ചിലവാക്കുന്നു എന്നാണ് സെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അല്ല, ഇതുവഴി ലഭിക്കുന്ന പണം മുഴുവനും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മാത്രമാണ് ചിലവാക്കുന്നത്. പ്രൈമറി എഡ്യൂക്കേഷൻ, നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ 2% സെസ്സിന് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനും പുറമെ ഉന്നത വിദ്യാഭ്യാസ സർക്കാർ നിരവധി സ്കോളർഷിപ്പുകൾ, നിങ്ങൾ കേൾക്കുന്ന ഒരുപാട് സ്കോളർഷിപ്പുകൾ സർക്കാർ പണം കൊടുക്കുക അല്ലെ, യോഗ്യത പരീക്ഷകൾ നടത്തി എന്ത് ചെയ്യുക, സർക്കാർ എന്ത് ചെയ്യുക, അവർക്ക് ആ യോഗ്യതകൾക്ക് എന്ത് ചെയ്യുക, പണം കൊടുക്കുക, പഠിക്കാനുള്ള സ്കോളർഷിപ്പുകൾ. അപ്പൊ അതിന് മാത്രമല്ല ബാങ്ക് വായ്പകളും, പലിശരഹിതമായ ബാങ്ക് എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ കൊടുക്കുന്നുണ്ട് സർക്കാർ. അപ്പോൾ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ പറയുന്നത് ഈ പേര് ഇവിടെ ഞാൻ എഴുതി കാണിക്കും, ശരിക്കും മനസ്സിലാക്കുക. ഫസ്റ്റ് പറയുന്നത് കോസ്മെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറയുക, അതേപോലെ തന്നെ സ്റ്റേറ്റ് മെട്രിക് സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ മുസ്ലിം നാടാർ സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ സുവർണ ജൂബിലി സ്കോളർ, അങ്ങനെ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. ചോദിക്കും പരീക്ഷ ഇങ്ങനെ വൺ വേർഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ. വിദ്യാഭ്യാസ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2004-2005 കേന്ദ്ര ബജറ്റ് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്ന എല്ലാ നികുതികളിലും 2% സെസ്, നികുതിയിൽ 2% എന്തിനാണ്, പ്രാഥമിക വിദ്യാഭ്യാസ വികസനത്തിനായി ഗവൺമെന്റ് പണം ചെലവാക്കും. ഇതാണ് വിദ്യാഭ്യാസ സെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വൺ വേർഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇനി പഠിക്കാനുള്ളത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക മാനേജ്മെന്റ് രംഗങ്ങളിൽ പരിശീലനം നേടിയ വിദഗ്ധരിൽ ലോകത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ മഹാരാജ്യം കിടക്കുന്നത്. മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും വലിയ നേട്ടമാണത്. ശാസ്ത്ര സാങ്കേതിക പരിശീലന മാനേജ്മെന്റ് രംഗങ്ങളിലാണ് ലോകത്തിൽ 2ാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. അപ്പൊ മനുഷ്യ വിഭവങ്ങളിൽ ഏറ്റവും 2ാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. ശരി പറഞ്ഞാൽ ഈ നേട്ടം നമുക്ക് ഒരുപാട് വലുതാണ്. പക്ഷെ ഈ നേട്ടം വലിയ വലുതാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തെ യഥാർത്ഥ നേട്ടം കണക്കാക്കുന്നത്, വിദ്യാഭ്യാസ രംഗത്തെ യഥാർത്ഥ നേട്ടം കണക്കാക്കുന്നത് ചില ഇൻഡെക്സുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്, ചില സൂചകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിലെന്തുണ്ട്, ഒരുപാട് സൂചകങ്ങൾ. അതിൽ പറയുന്ന സൂചകങ്ങൾ ഫസ്റ്റ് വൺ പറയുന്നത് സാക്ഷരത എന്ന് പറയും, ലിറ്ററസി. ഒന്നാമത്തെ പോയിന്റാണ്, അത് ഒന്നാമത്തെ സൂചകമാണ് സാക്ഷരത. 2ാമത്തെ എന്ന് പറയുക പ്രാഥമിക വിദ്യാഭ്യാസ നിരക്ക് നോക്കും. ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉയർച്ച നേടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉയർച്ച നേടിയിട്ടില്ലേ എന്ന് നമുക്ക് നീ പരിശോധിക്കാൻ പറ്റും. ചെറിയൊരു പട്ടിക ഞാൻ ഇവിടെ കൊടുക്കാം. ആ പട്ടികയിൽ വിശദമായി പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ 1990 മുതൽ 2012 വരെയുള്ള ഒരു കണക്കാണ്. 1990 മുതൽ 2012 വരെയുള്ള കണക്കാണ്. അതിൽ ആദ്യം പറയുന്നുണ്ട്, വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പ്രായപൂർത്തി സാക്ഷരതാ നിരക്ക് എന്ന് പറയും. അതായത് 15 വയസ്സിന് മുകളിലുള്ള സാക്ഷരത. 15 വയസ്സിന് മുകളിലുള്ള സാക്ഷരത. അതിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ സാക്ഷരത നിരക്ക് പറയുന്ന 1990 പുരുഷന്മാരുടെ സാക്ഷരത പറഞ്ഞു കഴിഞ്ഞാൽ 61.9%. അതേസമയം സ്ത്രീകളുടെ സാക്ഷരത എന്ന് പറയുന്നത് 37.9% സ്ത്രീകളുടെ സാക്ഷരത. 90 കണക്കാണ്. അത് വീണ്ടും 2000 വരികയാണ്. 90 10 വർഷം കഴിഞ്ഞ് 2000 വരികയാണ്. ആ 2000 വന്നപ്പോൾ അതിന്റെ കണക്ക് മാറി. 61 പുരുഷന്മാർ എത്രയായി? 68.4. അതേസമയം 37 സ്ത്രീകളതായി 45.4 കൂടി. മാറ്റം ചെറുതായി കണ്ടു അല്ലെ? 10 വർഷം കൊണ്ട് നല്ലൊരു മാറ്റം ഉണ്ടായി. അതേപോലെ തന്നെ വീണ്ടും 2012 വരണം. വീണ്ടും 10 വർഷം കഴിയണം. 12 വർഷം കഴിയണം അല്ലെ? 12 വർഷം കഴിഞ്ഞപ്പോൾ കണക്ക് പുരുഷന്മാർ 76.7% പുരുഷന്മാരുള്ളത്. വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ സ്ത്രീകളുടെ സാക്ഷരത എന്ന് പറയുന്നത് 54.9. വലിയൊരു മാറ്റമൊന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇപ്പോഴും ഏറ്റവും കൂടുതൽ സാക്ഷരത നിരക്ക് ആർക്കാണ്? പുരുഷന്മാർക്ക് തന്നെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ പ്രൈമറി പൂർത്തീകരണം, പ്രാഥമിക വിദ്യാഭ്യാസം 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെ, നമ്മളതിനെ 5ാം ക്ലാസ്സോട് ഉദ്ദേശിക്കുന്നത് പ്രാഥമിക പൂർത്തീകരണ നിരക്ക് എന്ന് പറയുമ്പോൾ, പ്രാഥമിക പൂർത്തീകരണ നിരക്കിൽ ആൺ പെണ്ണാണ് നിരക്ക് നോക്കുന്നത്. ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ നിരക്കാണ്. ആണുങ്ങളുടെ പെണ്ണുങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് 1990 ആണിൻ്റെത് 78%. 78%. 100 ആൾക്കാർ നോക്കിയാൽ 78% ആണുങ്ങൾ എന്ന് പറയുക പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതേപോലെ തന്നെ പെണ്ണുങ്ങൾ നോക്കണോ 61 സ്ത്രീകളുടേത്. 100 സ്ത്രീകൾ നോക്കിയാൽ 61 പെണ്ണുങ്ങളും പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാണ്. അതേപോലെ തന്നെ എന്താ പറയാ, പിന്നെ അത് 2000 10 കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്നു. അപ്പൊ എത്രയായി? ഈ 78 പുരുഷന്മാർ 85 കൂടി. അതേസമയം പെണ്ണുങ്ങളോ 61 ചെറിയൊരു മാറ്റം 69 ചെറുതായി കൂടി. അത് വീണ്ടും 2012 പോകുന്ന സമയത്ത്
ഈ 85 പുരുഷന്മാർ 96 പോയി. അതേസമയം സ്ത്രീകളുടെ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന പെണ്ണുങ്ങളുടെ കണക്കെന്ന് പറയുന്നത് 2012 കണക്ക് 95 69 വലിയൊരു കൂപ്പുകയറ്റം സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് മനസ്സിലാക്കുക പ്രാഥമിക സാക്ഷരത നിരക്ക്. ഇനി ഇവിടെ മൂന്നാമതായി തന്നെ ആ പട്ടിക ചർച്ച ചെയ്യുന്നുണ്ട് യുവജന സാക്ഷരത നിരക്ക്. 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ കണക്കാണ്. 15 വയസ്സിനും 24, മറ്റേ 15 വയസ്സിന് മുകളിൽ കുറച്ച് അല്ലെ, ഇത് 15 വയസ്സിന് 24 വയസ്സ് യുവജന സാക്ഷരത നിരക്ക് എത്രയാണ്? അതിൽ ആണുങ്ങളെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് 90 കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് 76.6 ആണുങ്ങൾക്കുള്ളത്. അതേസമയം പറയാം പെണ്ണുങ്ങളെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് 54.2% മാത്രമേ ഉള്ളൂ. വീണ്ടും എന്ന് പറയാ 2000 വരുന്ന സമയത്ത് 79.7% ആണുങ്ങളെ കണക്ക്. അപ്പോൾ സ്ത്രീകളുടെ കണക്കോ 64.8%. അത് വീണ്ടും 2012 വരുന്ന സമയത്ത് ആണുങ്ങൾ സാക്ഷരത യുവജന സാക്ഷരതയിൽ 88% ആണുങ്ങളും സാക്ഷരത നേടിയപ്പോൾ പെണ്ണുങ്ങളോ 74% പെണ്ണുങ്ങളും നേടി. ഇതാണ് എന്ന് പറയാ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ. നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടോ കോട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഈ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ പരിശോധിക്കാൻ പറ്റും. വിദ്യാഭ്യാസ രംഗം നമ്മൾ കണ്ടത് മാനേജ്മെന്റ് രംഗങ്ങളിലും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ ലോകത്തിൽ 2ാം സ്ഥാനത്ത് ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഈ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ഇത്രയധികം പണം ചെലവാക്കിയിട്ട് അതിന് വലിയ ഗുണങ്ങളുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, ചാലഞ്ചസ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചാപ്റ്റർ അവസാനത്തെ പോയിന്റാണ്. ഇന്ത്യൻ സാക്ഷരത നേരിടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികൾ. അതിൽ ഒന്നാമത് പറയുന്നു നിരക്ഷരത. ഇത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ട് ഇന്ത്യയിലെ ആളുകൾക്ക് നിരക്ഷരത ഉണ്ട്. അതായത് ആകെ 68% ആളുകൾ മാത്രമേ ടോട്ടലി ഇന്ത്യയിൽ സാക്ഷരതയുള്ളൂ. ബാക്കി 32% ആളുകൾക്ക് എന്തില്ല, സാക്ഷരതയില്ല, എഴുതാനും വായിക്കാൻ അറിയില്ല. അത് വലിയൊരു പോരായ്മ തന്നെയാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണ് നിരക്ഷരത. എഴുതാനും വായിക്കാനും അറിയാത്തത്. വെറും 68% ആളുകൾക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിയുള്ളൂ. ബാക്കി 32% ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അതൊരു പോരായ്മ തന്നെയാണ് ഇന്ത്യൻ സാക്ഷരത ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളി. രണ്ടാമത് പറയുന്നു സ്ത്രീ പുരുഷ അസമത്വം. അല്ലെ, വിദ്യാഭ്യാസ രംഗത്ത് ആണും പെണ്ണിന്റെയും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് വളരെയധികം മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അല്ലെ, അതായത് 68.4% സാക്ഷരതയാണ് പുരുഷന്മാർക്കുള്ളപ്പോൾ സ്ത്രീകൾക്കോ 45%, അല്ലെ 45.4% മാത്രമേ സ്ത്രീകൾക്കുള്ളൂ. ഇത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരത നിരക്കാണ്. അതേപോലെ നമ്മൾ സാക്ഷരത മാത്രമല്ല, പ്രാഥമിക വിദ്യാഭ്യാസത്തിനും യുവജന സാക്ഷരത നിരക്ക് എടുത്തു നോക്കുന്ന സമയത്തും പുരുഷന്മാരെക്കാൾ വളരെ കുറവാണ് സ്ത്രീകള്. പക്ഷെ ഇവർക്കൊക്കെ വേണ്ടി ആര് പണം ചെലവാക്കുന്നു? സർക്കാർ പണം ചെലവാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇനിയും അനിവാര്യമാണെന്ന് അർത്ഥം. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന രണ്ടാമത്തെ വെല്ലുവിളിയാണ് എന്താ, സ്ത്രീ പുരുഷ വിദ്യാഭ്യാസ മേഖല, സ്ത്രീ പുരുഷ അസമത്വം. മൂന്നാമത് പറയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം ശുഷ്കമാണ്, വളരെ കുറവാണ്. ഇന്ത്യയിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ചെറിയൊരു ശതമാനം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഉന്നത വിദ്യാഭ്യാസത്തിന് മുതലുള്ളൂ. അല്ലെ, ഈ സ്ഥിതി മാറണം. ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. കാരണം പ്രാഥമിക വിദ്യാഭ്യാസം പോയി നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങൾ നമുക്ക് അറിയാം, 10ാം ക്ലാസ് വരെ പഠിച്ച് മതി, അല്ലെങ്കിൽ +1 വരെ പഠിച്ച് +2 വരെ തോറ്റ് കഴിഞ്ഞ് പഠിപ്പ് നിർത്തി. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത് വളരെ ശുഷ്കമാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകുന്നുള്ളൂ. ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസം നേരിടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ. അപ്പൊ ആളുകൾ നിരാശരാകുന്ന അവിടെയാണ്. ഒരുപാട് പഠിച്ചു, ഇന്ത്യയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി, പിന്നെ എന്താ പറയാ, അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ഏറെ ആളുകൾക്ക് എന്താണ് തൊഴിലില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോരായ്മയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിന് പരിഹാരം കാണാൻ സർക്കാർ തലത്തിൽ കാര്യമായ പരിഷ്കരണം അനിവാര്യമാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസം കാരണം അഭ്യസ്ത വിദ്യയായ നിരവധി ചെറുപ്പക്കാർക്ക് എന്തില്ല, തൊഴിലുകളില്ല, കൃത്യമായ രീതിയിൽ തൊഴിലുകളില്ല. തൊഴിലുണ്ട് വെച്ച് സ്ഥായിയായ വേതനമുള്ള, നിലനിൽക്കാനുള്ള വേതനമുള്ള ഒരു തൊഴിലുകൾ ഇല്ലെന്ന് ചെറുപ്പക്കാർക്ക്. ഒരുപാട് ചെറുപ്പക്കാർ ഇന്ത്യയിൽ ഒരുപാട് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ
ഫുൾ ചാപ്റ്റർ, അതായത് ഈ ഒരു ചാപ്റ്റർ മുഴുവനും ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വീഡിയോസ് കംപ്ലീറ്റ് വിശദമായി തന്നെ കാണുക. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ഭാഗങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ വിദ്യാർത്ഥികളും നന്ദി, നമസ്കാരം.